ഇന്നത്തെ ഈ ചിക്കൻ കറിയുടെ വീഡിയോ മടിയന്മാർക്കുള്ളതാട്ടോ. മടിയന്മാർക്ക് മാത്രമല്ല, ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഒരു കറി ഉണ്ടാക്കണം പക്ഷെ സമയമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും വേണ്ടിയുള്ളതാട്ടോ. കാരണം എന്താണെന്നല്ലേ, നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് സവാളയാണ്. സവാള ഒരുപാട് പൊളിക്കാനും അതുപോലെ വഴറ്റി സമയം പോകുന്ന ഓർത്തിട്ട് നമുക്ക് കറി വെക്കാനും മടിയാവും. പക്ഷെ ഇതിൽ ഞാൻ ആകെ രണ്ട് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇത്രയും തിക്ക് ഗ്രേവിയിൽ തന്നെ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സിമ്പിൾ ആട്ടോ ഇത് ചെയ്യാനായിട്ട്. അതുപോലെ അധികം പണിയെടുക്കുകയൊന്നും വേണ്ട. ഒരു വൺ പോട്ട് ചിക്കൻ കറി പോലെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു സവാള എടുക്കുന്നുണ്ട്, രണ്ട് സവാളയിൽ ഒരു സവാള എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗ്രാമ്പു ഇടുന്നുണ്ട്, ഒരു ജാതിപത്രിയുടെ ഉണങ്ങിയത് ഇടുന്നുണ്ട്, ചെറിയൊരു കഷ്ണം പട്ട ഇടുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ അധികം ഇട്ടോട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രേ ഇടുന്നുള്ളൂ. ഇനി ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇടുന്നുണ്ട്, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കളറും ഉള്ളത് കൊണ്ട് ഞാൻ ഇനി കാശ്മീരി മുളക് ചേർക്കുന്നില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് മുരിയണ്ട കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇത് വഴറ്റണ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഒരു 1/4 ഭാഗമൊക്കെ ആയാൽ മതി, ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട. ഈ ടൈമിൽ നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്തിട്ട് നമുക്കിതൊരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ബബിൾസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ അരപ്പൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നിറയെ മസാലപ്പൊടി ആട്ടോ ഇത്, അതായത് ഈസ്റ്റേണിന്റെ ചിക്കൻ മസാലപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് എന്താ പറയാ വേവിച്ചെടുക്കാം. അതൊരു 10-15 മിനിറ്റ് വേണം കേട്ടോ ചിക്കൻ അത് വെന്ത് വരാനായിട്ട്. നല്ല തിക്ക് ഗ്രേവി ആവുമ്പോഴത്തേക്ക് നമുക്കിത് മല്ലിയില മുകളിലിട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആട്ടോ. ഒരു ബട്ടറോ അതോ ക്രീമോ ഒന്നും ചേർക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.